സിപ്ലി അവരുടെ Q3 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം കമ്പനിക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും റവന്യൂലും ഇൻകത്തിലും എക്സ്പെൻസിലും നെറ്റ് പ്രോഫിറ്റിലും EPSലും എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് കണ്ടു നോക്കാം. കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ റവന്യൂ നോക്കുകയാണെങ്കിൽ 7074 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 7589 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 7% റവന്യൂ ഈ ഡിസംബർ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബറിൽ എൻഡായപ്പോൾ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 7072 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ 0.something% ഒരു ഗ്രോ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് ഒരു 0.028% കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ ഇൻകം ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 7280 കോടിയാണ്. അതിന് തൊട്ടുമുമ്പുള്ള ക്വാർട്ടറിലോ 7858 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ റവന്യൂ പോലെ തന്നെ 7% ഇൻകം ഈ ക്വാർട്ടറിൽ അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന ഒരു 7% കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഡിസംബറിലെ കമ്പനിയുടെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 7294 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിലും ഒരു 0.19% കുറഞ്ഞതായിട്ട് ഈ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ടോട്ടൽ ഇൻകം. അതുപോലെ കമ്പനി ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിലെ കമ്പനി ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 6111 കോടിയാണ്. അതിന് തൊട്ടുമുമ്പുള്ള ക്വാർട്ടറിലോ 6004 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 2% എക്സ്പെൻസ് ഡിസംബർ ക്വാർട്ടറിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഡിസംബറിൽ എൻഡായ ക്വാർട്ടറിലെ ടോട്ടൽ എക്സ്പെൻസ് എത്രയായിരുന്നു? 5378 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 14% ഈ ഡിസംബർ ക്വാർട്ടറിൽ ടോട്ടൽ എക്സ്പെൻസ് കൂടിയിരിക്കുന്നത്. അതുപോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 674 കോടിയാണ് വരുന്നത്. ആണ് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1353 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 50%, അതുകൊണ്ട് ഒരു പകുതിയോളം ശതമാനം നെറ്റ് പ്രോഫിറ്റ് ഈ ഡിസംബർ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഡിസംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1574 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 57% നെറ്റ് പ്രോഫിറ്റ് ഡിസംബർ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ EPS നമുക്കൊന്ന് കണ്ടു നോക്കാം. കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ EPS എന്ന് പറയുന്നത് 8.37 ആണ്. തൊട്ടുമുമ്പുള്ള ക്വാർട്ടറിലോ 16.73 നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഒരു 50% EPS ഈ ഡിസംബർ ക്വാർട്ടറിൽ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഡിസംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ EPS ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 19.45 ആണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിലും 57% EPS ആണ് ഈ ഡിസംബർ ക്വാർട്ടറിൽ ഈ ഇയറിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓവറോൾ നമ്മൾ സിപ്ലയുടെ Q3 റിസൾട്ടിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിലാണെങ്കിലും ഇയർ ടു ഇയർ ആണെങ്കിലും സിപ്ലയ്ക്ക് ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഞാൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്.